പണ്ട് മുതലേ ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ ചായ കുടിക്കുന്ന ടൈമാകുമ്പം അവൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പലഹാരം അതുണ്ടാക്കും. നമ്മുടെ വീട്ടിൽ പണ്ട് മുതലേ ഇങ്ങനെ പുറത്തുനിന്നുള്ള സ്നാക്ക് ഐറ്റംസ് ഒന്നും വാങ്ങാറില്ലായിരുന്നു. കാരണം മമ്മിക്കും പപ്പയ്ക്കും അത് ഇഷ്ടമല്ല. അവർ പറയണത് അത് ഫുള്ള് മായമാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, മമ്മി ഇത് ഉണ്ടാക്കി തരാമല്ലോ. അങ്ങനെ മമ്മി എപ്പോഴും നമുക്ക് ചായ കുടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കി തരാറുണ്ട്. സോ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റം ആയിരുന്നു നമ്മുടെ ഈ ഏത്തയ്ക്കാപ്പം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഏത്തയ്ക്കാപ്പം എന്നാണ് പറയുന്നത്. ചിലയിടത്ത് പഴംപൊരിയെന്നും വാഴയ്ക്കാപ്പമെന്നും ഒക്കെ പറയും. ഞാൻ ദുബായിൽ വന്നപ്പം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഈ മമ്മി ഉണ്ടാക്കി തരുന്ന ഈ ചെറു ചെറിയ പലഹാരങ്ങളുണ്ടല്ലോ. മമ്മി ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും സൂപ്പറാണ്. എനിക്ക് കുറച്ചുകൂടെ സ്പെഷ്യലി ഈ കുഞ്ഞു കുഞ്ഞു പലഹാരങ്ങളാണ് കേട്ടോ. സോ അത് ഞാൻ ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. വീട്ടിൽ വിളിക്കുമ്പോൾ മമ്മി അതുണ്ടാക്കി ഇതുണ്ടാക്കി എന്നൊക്കെ എൻ്റെ അനിയത്തി ഇങ്ങനെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും. അങ്ങനെ സങ്കടം മാറ്റാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, യൂട്യൂബ് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കും. അങ്ങനെ സാധാരണ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ഈ ഏത്തയ്ക്കാപ്പം തന്നെയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇത് ഉണ്ടാക്കാൻ വളരെ